ഹലോ ഗൈസ്, ഹലോ. ഇന്നെന്താ സ്പെഷ്യൽ പരിപാടിയായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ആലപ്പുഴയ്ക്ക് വന്നേക്കാണ്. എന്താണ് ആരുടെ എത്രാമത്തെ? അപ്പൊ നമ്മള് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിട്ട് വന്നേക്കാ. പപ്പന്മാരുണ്ട് അവിടെയാണ്, ഇപ്പൊ വരും. അവര് ചെയറിലിരിക്കാണ്, വരും. പിന്നെ അജിച്ചേട്ടൻ ഇല്ല, അജിച്ചേട്ടൻ ജോലിക്ക് പോയേക്കാ. എന്തായാലും നമ്മള് ഫുഡ് കഴിക്കാൻ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാ. നല്ല വിശപ്പുണ്ടല്ലോ. ആർക്കൊക്കെ വിശക്കണേ? എന്താണ് കഴിക്കാൻ പോണേ? ബട്ടർ ചിക്കൻ, പൊറോട്ട. എടാ ഇവിടെ ഫുൾ ആയുർവേദിക് സാധനം പറഞ്ഞേ. നമ്മൾ എവിടെയാ വന്നേക്കണേ? ഗൈസ്, ഇവനിപ്പൊ കരിമീന്റെ വീഡിയോ എടുക്കാൻ പോണു. അതും ഐഫോൺ മുക്കി. നീ വീഡിയോ എടുത്തിട്ടാ? അവൻ മുക്കി ഗൈസ്, അവൻ മുക്കി. പുതിയ ഫോൺ ഇറങ്ങണ എന്റെ ആ ഒരു ധൈര്യത്തിലല്ലേ നീ പണി കാണിക്കണേ? ഈശ്വര, ഫോൺ അടിച്ചോ നോക്കട്ടെ. ഇത് കാലക്കാള ചേച്ചി കിട്ടിയില്ല. അയ്യോ, എന്തോ വെള്ളം ചാടുന്നു. ഇത് അടുത്ത വ്ളോഗർ വന്നു. വളയം കൊണ്ടു വാട്ടർ. പഴയ മോഡൽ വഴി അങ്ങനെ വേണം. ഇവിടെ രണ്ടെണ്ണം അവിടെയാണ്. ഓ മൈ ഗോഡ്, ചേച്ചി അടിപൊളി. നല്ല കളർഫുൾ കർഡ് റൈസ്. നിങ്ങളുടെ അജയ് കൊള്ളാം. അതെ, അജയ് ഇല്ലാത്തൊരു വലിയ നഷ്ടമാണ്. അജയ് ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ ടേബിളിന്റെ വൈബ് ഇതൊന്നുമല്ല. വൈബിന്റെ മീനിങ് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പറയും വൈബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വൈബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വൈബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ ഇപ്പൊ തകർന്നു. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അജയുടെ ലെവലിൽ എത്താനായിട്ട്. എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എത്തുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ ശ്രമിക്കാം. അതെല്ലാവർക്കും ഇഞ്ചിയും പുളി പ്രോൺസ്, ചെമ്മീൻ ഇഞ്ചിയും പുളിക്കകത്ത് നല്ല ഭംഗിയായിട്ട്. ഇത് അമേസിംഗ് ടേസ്റ്റാണ്. വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഓ എന്റെ പൊന്നെ, വേറെ എന്താ വേണം? എന്താ നിങ്ങളുടെ എത്ര ഉണ്ടല്ലോ? ഇത് എത്ര ഉണ്ടോ? WSH ആക്ച്വലി തിരുവനന്തപുരംകാരുടെ ബോളിതേന്ന് പപ്പടം പൊളി. ഓ മൈ ഗോഡ്, ഇതൊന്നിട്ട് അങ്ങനെ കുതിരും. പായസം ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കണം. ഹലോ എന്നെ കാണുമ്പോ ഇത്തിരി ഓവറായിട്ട് തോന്നണ്ടാവും. അതാണ് ചേച്ചി പ്രത്യേകത. ഇന്ന് കുറച്ച് എന്താ പറയാ, ഓണം ഷൂട്ട് ചെയ്യാതെ വിചാരിച്ച് വന്നതാ. പക്ഷെ ഓവറാണെന്ന് എനിക്കറിയാം. നിങ്ങൾ കമന്റ് ഇടണ്ട അതിനെ പറ്റി. എന്തായാലും നന്ദി, നമസ്കാരം. അടി. ഓ മൊത്തം തിലോപ്പിയ. ഓ എനിക്ക് വയ്യ, ഇതിങ്ങനെ കാണുന്നില്ല. കാണാം അങ്ങനെ. ഇവിടെ ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. രണ്ടാളും ലാവൻഡർ ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നിന്റെ പിന്നെ ചുളുങ്ങാത്തോണ്ട് പിന്നെ തെറ്റല്ലല്ലോ. ഇവിടെ ഇരുട്ടാടാ, മൊത്തം ഇരുട്ടാ. അപ്പൊ ആന്റി ഒരുങ്ങി വന്നു. ആന്റിയും മമ്മിയും, ഒരാള് വൈറ്റ് ഒരാളും ബ്ലാക്ക്. ആന്റി ഇങ്ങനെ യങ്ങായി വന്നില്ല ഗായ്സ്. കുറെ നാളായില്ല ആന്റിനെ കണ്ടിട്ട്. ആന്റി ഇങ്ങനെ യങ്ങായി വന്നിട്ടുണ്ട്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഡിന്നർ കഴിക്കാൻ പോവാണ്. Are you excited guys?
താങ്ക് യു താങ്ക് യു. Thank you everybody. Thank you. എന്റെ പകുതി മതി. താങ്ക് യു. ഓ എന്താണ് സംഭവം സമ്മാനം? ചെറിയ ഓ ക്യൂട്ട്. ഓ നൈസ്. മമ്മി അങ്ങോട്ട് നീങ്ങുന്നേ. ഇങ്ങനെ നേരിട്ട് ക്യൂട്ട്. നല്ല സാധനം. സൂപ്പർ. പിടിക്കണം. ഒന്നുകൂടെ കെട്ടി. കൈമാറ്റടി. perfect. നൈസ്. അങ്ങനെ ഇത് അപ്പേന്റെ ഇത് ടിഫിന്റെ ഗിഫ്റ്റ്, ഇത് പപ്പേന്റെ അമ്മേന്റെ ഗിഫ്റ്റ്, ഡാഡിയുടെ മമ്മിയുടെ ഗിഫ്റ്റ് വീട്ടിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി കൊടുത്തു തന്നു കഴിഞ്ഞില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട മാല മോതിരം എല്ലാം കൊള്ളാം. താങ്ക് യു. താങ്ക് യു അമ്മ. ചേച്ചി എങ്ങനെയുണ്ട്? Oh my God, look at that. സൂക്ഷിച്ചേ. ആക്ച്വലി ചേച്ചി നല്ലൊരു ഫോട്ടോ ഞാൻ എടുത്തു തരാം. റെഡ് കോമ്പിനേഷൻസ് വെരി ഗുഡ്. നല്ല കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ CGHലെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കോട്ടയത്ത് പോവാണ്. എന്താ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. എല്ലാവരോടൊന്ന് ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മമ്മി എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഹൗ വാസ് ഇറ്റ്? അടിപൊളി. പ്രാണികളെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. എനിക്കിഷ്ടമില്ല ഈ കൊച്ചു പിള്ളേരെ വിളിക്കാറില്ല. പറഞ്ഞു വന്ന CGH എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു അങ്കിള്? അതിന്റെ ഇടയിൽ കൂടെ വേറെ വ്ളോഗിങ്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? CGHൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല നമ്മൾ കടന്നു വരുമ്പോൾ തന്നെ നല്ല ഫസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് ഒരു എൻട്രിയാണ്. ആ എൻട്രി നമ്മൾ ബോട്ടിലാണ് അവരുടെ പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോയത്. 200 മീറ്ററോളം 300 മീറ്റർ അടുത്ത് ബോട്ടേ കൊണ്ടുവന്ന് ഇറക്കി. അവിടെ 200 വർഷമായിട്ട് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ്, നല്ല നല്ല ചെറിയ ഹട്ടുകൾ, വീടുകൾ പോലെ നല്ല അതേ കോൺസെപ്റ്റിൽ തന്നെ പണിതിരിക്കുന്നതാണ്. അത് അടിപൊളി സ്റ്റേ ആയിരുന്നു. പിന്നെ റിലാക്സ് ആയോ? നല്ല ഉറക്കം കിട്ടി. നല്ലപോലെ ഉറങ്ങി. അടിപൊളി ട്രിപ്പാണ്. എല്ലാവരും ഇവിടെ തന്നെ. ഗുഡ് ടു ഹിയർ. എല്ലാവരും ഇത് ആക്ച്വലി ഒരു പ്രൊമോഷൻ അല്ല, പിന്നെ വെഡിങ് ആനിവേഴ്സറി ചെലവാണ് ഞങ്ങൾക്കൊക്കെ. എങ്ങനെയാണ് നമ്മ ഡേസി? ഹൗസ് ഇറ്റ്? ഗുഡ്. അത്ര മതി. ശരിക്കും എൻജോയ് ചെയ്തല്ലേ? സൂപ്പർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി. അതെ, ഇനി വരും.